ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ പലരും ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഈ ബിസിനസ്സിലൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യാൻ പാടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചില ടിപ്സുകൾ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ ബിസിനസ്സിൽ വലിയ വിജയം കൈവരിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമ്മളെ ഷോപ്പും അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനവും അല്ലെങ്കിൽ നമ്മളെ കമ്പനിയും നമ്മൾ വലിയ കമ്പനി തുടങ്ങി ഒരുപാട് സാധനം പർച്ചേസ് ചെയ്ത് മാത്രം അല്ലെങ്കിൽ ഒരുപാട് ലാഭത്തിൽ കൊടുത്താൽ മാത്രം ആളുകൾ ബിസിനസ്സിൽ വിജയിക്കുമോ അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുള്ളൂ എന്നായിരിക്കും നമ്മളെ ചിന്താഗതി. യഥാർത്ഥത്തിൽ നമ്മൾ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കാര്യം, ഞാൻ ഇനി പറയുന്ന 3 കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഞാൻ ക്ലോത്തിങ് ബിസിനസ്, ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ക്ലോത്തിങ് ബിസിനസ്. ഇതുപോലെയുള്ള ക്ലോത്തിങ്ങോ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് വിജയം വരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി നിങ്ങളൊരു വിഷനും ഒരു മിഷനും സെറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇന്ന സമയത്ത് ഞാൻ എവിടെ എത്തിപ്പെടും, നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതേസമയം നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിലൂടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിന് നമ്മൾ നൽകുന്ന നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്, ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരിക്കലും നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളൊരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യാതെ, നമ്മൾ ഒരു വിഷനും ഒരു മിഷനും സെറ്റ് ചെയ്യാതെ നിങ്ങൾ എത്ര കാലം ബിസിനസ് ചെയ്താലും ആ ബിസിനസ്സിനൊരു വിജയം സംഭവിക്കില്ല. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണോ എങ്ങനെയാണോ എന്നല്ല, നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ വിജയം വരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മോട് ചില ആളുകളൊക്കെ ചിലപ്പോൾ നമ്മോട് ഉപദേശിക്കും, നീ പല കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ടല്ലടാ, ഇത് ചെയ്യുന്നുണ്ടല്ലടാ, പലതും ചെയ്യുന്നുണ്ട്, എന്താടാ വിജയം വരാത്തത്. ജാക്ക് മാ പറഞ്ഞ ഒരു വാക്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും എന്നും ചെയ്തുകൊണ്ടിരിക്കണം. വിജയം നാളെ വരും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മറ്റന്നാളെ വിജയം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. വിജയം വരും എങ്ങനെ? നമ്മുടെ വിജയത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും വിജയം സംഭവിക്കുക എന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ ആ സമയത്തായിരിക്കും നമ്മൾ ആ വിജയത്തിൽ നിന്നും നമ്മൾ ഇട്ടേച്ച് പോകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മൾ വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം നമ്മൾ മറ്റാരെങ്കിലെയും വാക്കുകൾ കേട്ടുകൊണ്ട് അതായിരിക്കും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു കാറ്, ഇതും ഒന്നുമല്ല നമ്മളെ സ്വപ്നങ്ങൾ. വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. അതിന് നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. വലിയ വലിയ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ 2030 വരുന്ന സമയത്ത് നമ്മൾ ആരായിരിക്കും എന്ന് നമ്മൾ ലക്ഷ്യബോധത്തോടെ നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷേ നമ്മളങ്ങനെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നമ്മോട് തന്നെ നമ്മുടെ ഉപഭോഗ മനസ്സ് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കും, നിൻ്റെ ലക്ഷ്യം ഇന്നതാണ്. ആ ഒരു ചോദ്യം ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം ഇന്നതാണ് എന്ന് നമ്മൾ പരസ്യമായിട്ട് നമ്മൾ എല്ലായിടത്തും, നമ്മളെ സ്ഥാപനത്തിലും കമ്പനിയിലൊക്കെ നമ്മളെ മിഷനും വിഷനും എഴുതി ഒട്ടിച്ച് അതിനു വേണ്ടി പണിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മളെ ബിസിനസ്സിൽ നമ്മളൊരു മിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റമറോട് നമ്മൾ പെരുമാറുന്നൊരു രീതിയുണ്ട്, നമ്മളൊരു ബിഹേവിയറിൽ. ഒരിക്കലും നമ്മളെ കസ്റ്റമറിനെ നമ്മൾ ഒരു പ്രാവശ്യത്തെ ഒരു ഡീലിങ്ങിന് വേണ്ടി ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആക്കി മാറ്റരുത്. എപ്പോഴും കസ്റ്റമറുമായി നമ്മൾ ഒരു ഗിവ് ആൻഡ് ട്രസ്റ്റ് പോളിസി ആയിരിക്കണം. ആദ്യം ഞാൻ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്താണെന്ന് പറയാം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുന്നു. ആ കസ്റ്റമർ നമ്മളെടുത്തു നിന്നൊരു സാധനം വാങ്ങുന്നു. വാട്ടെവർ എന്തോ അവന് വാങ്ങി കൊണ്ടുപോകുന്നു, അവൻ എന്തോ അതിനെ പരിഗണിക്കുന്ന പോലുമില്ല. പക്ഷേ അത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി. പിന്നീട് കസ്റ്റമറുമായി നമ്മൾ യാതൊരു ബന്ധവുമില്ല.
പക്ഷേ ഇത് നമ്മളെ ബിസിനസ്സിനെ ഒരിക്കലും വളർത്തില്ല. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരു കസ്റ്റമറിന് എന്തെങ്കിലും കൊടുത്ത് അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് എന്നും ആ ഒരു സ്റ്റേജിൽ മാത്രമേ പോകുന്നുള്ളൂ. കാരണം എപ്പോഴും നമ്മുടെ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോകുന്ന കസ്റ്റമർ നമ്മെ കുറിച്ച് കഥ പറയണം എന്നാണ് യഥാർത്ഥത്തിൽ. അതായത് എപ്പോഴും ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം. അതിന് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ സ്ഥാപനത്തിൽ ഇരുന്നൊരു കസ്റ്റമർ, ആ കസ്റ്റമർ എന്തെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ട്രസ്റ്റ് പോളിസി ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റമർ നമ്മളെ അടുത്ത് വരുന്നു, കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങുന്നു, നമ്മൾ ആ കസ്റ്റമർ അതിമനോഹരമായിട്ട് നമ്മൾ ആ കസ്റ്റമറെ പരിഗണിക്കുന്നു, കസ്റ്റമറിന് നമ്മളൊരു ഉൽപ്പന്നം നൽകുന്നു, കസ്റ്റമർ അതിമനോഹരമായി അത് സ്വീകരിക്കുന്നു. പിന്നീട് വീണ്ടും വീണ്ടും കസ്റ്റമർ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുന്നു, വീണ്ടും വീണ്ടും ആ കസ്റ്റമർ ഈ ഉൽപ്പന്നവും അതിലപ്പുറം നല്ല ഉൽപ്പന്നം ആവശ്യപ്പെടുന്നു. വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ കസ്റ്റമർ വരുന്നു, കസ്റ്റമറിനെ അതിമനോഹരമായി നമ്മൾ പരിഗണിക്കുന്നു. ഇത്തരത്തിൽ കസ്റ്റമറുമായി നമ്മൾ ഒരു നല്ല ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ ബിസിനസ്സിലുള്ള വിജയ സാധ്യത കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും കസ്റ്റമറുമായിട്ട് ഒരു ഡിസ്കണക്ഷന് നമ്മൾ ഉണ്ടാക്കരുത്. എപ്പോഴും നമ്മളെ ബിസിനസ്സിൽ കസ്റ്റമറുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കുക. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ ബിസിനസ്സിന് അത് വളരെ അപകടകരമായ രീതിയിൽ അത് ബാധിക്കും. നിങ്ങളെ ബിസിനസ് അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. പലപ്പോഴും പല ബിസിനസ്സുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ സാധനം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടാവും, നമ്മൾ എന്തൊക്കെയോ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും, ലക്ഷ്യവും ലക്ഷ്യബോധവും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യരുത്. ഈ ബിസിനസ് നമ്മളെ ബിസിനസ്സിനെ യഥാർത്ഥത്തിൽ നശിപ്പിക്കും. പക്ഷേ ആ ബിസിനസ്സിൽ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഒരു CRM കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു സെയിൽസിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. പർച്ചേസിങ്ങിന് നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അക്കൗണ്ട്സ് പ്രോപ്പറായിരിക്കണം. അതായത് നമ്മൾ വ്യക്തമായ ഒരു സെയിൽസ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായ ഒരു സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ഈ ലക്ഷ്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ ലക്ഷ്യബോധമുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഗോൾസ് സെറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിൽ വിജയം സംഭവിക്കുകയുള്ളൂ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാം, നമ്മൾ ഒരിക്കലും നമ്മളെ ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒന്ന്, നമ്മളെ ബിസിനസ്സിൽ നമ്മളൊരു ലക്ഷ്യമില്ലാതെ നമ്മളൊരിക്കലും ബിസിനസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, കസ്റ്റമറായിട്ട് ഒരിക്കലും നമ്മൾ ബന്ധം വിച്ഛേദിക്കരുത്. ഒരു സെയിൽസിന് ഒരു സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.